സൈക്കോയുള്ള ഒരു കെട്ടിടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഞാൻ പെട്ട് കിടന്നത്. അബൻഡന്റ് ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി ഞാൻ കയറി ചെന്നത് സൈക്കോയുടെ മുന്നിൽ. ഒരു വലിയ ഇരുമ്പ് റോഡ് കയ്യിൽ വെച്ചുകൊണ്ടാണ് സൈക്കോ ആ കെട്ടിടം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നത് എന്നെ അടിക്കുവാനായി. നിന്റെ പേര് ഭീമെന്നാണോ? എൻ്റെ ജസ്റ്റ് മിസ് തലയ്ക്ക് വീണാനിപ്പത്. എൻ്റെ ജസ്റ്റ് മിസ് ഇതിപ്പോ തലയ്ക്ക് വീണാൻ എൻ്റെ ആടപ്പാവി. ആരാടാ നീ? നിനക്കെന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടെന്ന്? അതേ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ സൈക്കോയെ അതിസാഹസികമായി ഞാൻ ക്യാമറയിൽ പകർത്തി. ആ ബാഗ് തുറന്നിട്ട് കമ്പി ഇടിക്കുവൻ. കയറി എന്തുവാണത്? അപ്പോഴാണത് സംഭവിച്ചത്. നിനക്കെന്താ വേണ്ടെന്ന്? തിരിഞ്ഞു നോക്കിയവൻ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ അവനത് കൺഫേം. കയ്യിലെന്ത് കമ്പിയുണ്ട്, കയ്യിലെന്ത് കമ്പിയുണ്ട്, കയ്യിൽ സാധനം ഇരിക്കുന്നു. എൻ്റെ ദൈവം തമ്പുരാന്, കയ്യിൽ കമ്പിയില്ലെന്ന സാധനം കയ്യിലിരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, അവൻ തന്നെ സൈക്കോ തലവിളി. എന്തോടാ കാണിക്കുന്ന അവിടെ കിടന്ന്? എന്തോടെ കാണിക്കുന്ന കിടന്ന്? എന്തോ ദൈവം നമ്പറാണ്. എന്തോടത്? അവിടെ അവന് കണ്ണ് കാണത്തില്ലെന്ന് കേട്ടോ. അവന് കണ്ണ് കാണത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തല പേടിക്കുന്നു, ഭിത്തിയിൽ പോയി. എന്തോടത്? തല പോയി ഇടിക്കുന്ന ഭിത്തിയിൽ പോയി. കണ്ണ് കാണാത്ത കായവിളിയും കണ്ടോ ഇവൻ. ദൈവം തമ്പുരാൻ, എൻ്റെ കണ്ണ് കാണാത്തതാ. എൻ്റെ ദൈവം തമ്പുരാൻ. സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാടാ നീ? നിനക്കെന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടെന്ന്? കമ്പി കൊണ്ട് വയറ്റിൽ. Oh.
വയറിലൊക്കെ കമ്പി കൊണ്ട് ഗൈസ്, അത് എന്നെ ആ ഇരുമ്പ് സാധനം കൊണ്ട് അടിക്കാൻ വന്നത് നിങ്ങൾ കണ്ടു വേണമായിരിക്കും. എക്സ്ട്രീം ആദ്യമായിട്ടായിരിക്കില്ലേ ഒരു സൈക്കോയുടെ ഫ്രണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ചിരിക്കുന്ന കിടന്നേ. കമ്പ്യൂട്ടർ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവന് കണ്ണ് കാണത്തില്ല, കണ്ണെന്തോ അവൻ്റെ പ്രശ്നമുണ്ട്, കണ്ണ് കാണത്തില്ല. അവൻ്റെ ആക്ച്വലി അവൻ്റെ ഫേസൊക്കെ എന്തോ അളിഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. തുണിയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുക, എനിക്കറിയത്തില്ല. മറ്റേ ഈ റൂമിൽ എന്താ പറഞ്ഞിട്ട് ഗോസ്റ്റ് ആക്ടിവിറ്റീസ് ഇല്ല. ആ റൂമിലാണ് ഗോസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ളത്. ഇവിടെ വന്നിട്ട് സൈക്കോയുടെ അറ്റാക്ക് മാത്രമേ ഉള്ളൂ. നിന്റെ കെട്ടിയോളാണോ അപ്പുറത്തെ പ്രേതമായിട്ടുള്ളത്? നിന്റെ കെട്ടിയോളാണോ അപ്പുറത്തെ പ്രേതമായിട്ടുള്ളത്? അവൻ ഈ റൂമിൻ്റെ അകത്ത് റൂമുണ്ട്, അവിടെ ഉണ്ട് അവൻ. ഇതിനകത്ത് വേറെ റൂമുണ്ട്, അവിടെയാണ് സൈക്കിൾ. കണ്ടോ, ഇത് എയ്ഡ്സ് അങ്ങോട്ട് വായുവിളിക്ക്. ഇതാണ് കഴിയ സംഭവം. നിന്റെ ഭാര്യയാണോ അപ്പുറത്ത് തൊട്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ വന്നിട്ട് ഗോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? അതോ നിന്റെ വേറെ സെറ്റപ്പ് ആയിരുന്നത്? കാരണം ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് ഇത് വേറെ വീട്, അത് വേറെ വീടാണ്. അപ്പുറത്തുള്ള വീട്ടുകാരുടെ ഏതെങ്കിലും ഭാര്യമാർ വളച്ചെടുത്താണോ കള്ള കഴിവറി? അല്ല, ഇപ്പം അത് കോമൺ ആണേ, അതുകൊണ്ട് ചോദിച്ചത്. ആ വൈറ്റത്ത് അവൻ അടിക്കാൻ വന്നത് അവൻ്റെ അടി കൊണ്ടല്ല എനിക്ക് വേദനിച്ചത്. ഞാൻ ഓടി വന്നപ്പോൾ എൻ്റെ അവിടുത്തെ കമ്പി വന്നിട്ട് വയറ്റിലിടിച്ചു. ഇപ്പം അവൻ അപ്പുറത്തുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ആശ്വാസം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നിട്ട് ഇപ്പോൾ അവന് കണ്ണ് കാണത്തില്ല. അതെനിക്ക് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതാണ് ഇപ്പം എൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു ആശ്വാസം. ഇതിനപ്പുറത്തെ റൂമിൽ അവനുണ്ട്. നിനക്ക് എന്താ വേണ്ടേ? എന്നോട് സംസാരിക്കുക. കണ്ട കമ്പി എൻ്റെ കയ്യിലുണ്ട്. സാധനം എങ്ങനെ തട്ടിപ്പറയ്ക്കണത്? എന്തോടത് അരയ്ക്കുന്നു? നിനക്കെന്താ വേണ്ടേ? നിനക്ക് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും മെഡിക്കൽ സഹായം അങ്ങനെ എന്തെങ്കിലും? എനിക്കിപ്പോൾ വേണ്ടി വരും മെഡിക്കൽ സഹായം. ഡേയ് കൊച്ചു കഴിവറി, എന്തോടാ ചെയ്യുന്നു? അവൻ ആ ബാഗ് തുറന്നിട്ട് എന്തോ അടിക്കുന്ന കമ്പി വെച്ച്. ഇതുകൊണ്ടോ ആ ബാഗ് തുറന്നിട്ട് കമ്പി വെച്ച് ഇടിക്കും അവൻ. അവിടെ കഴിവേറി. എന്തോടത്? നിനക്ക് എന്താ വേണ്ടെന്ന്? തിരിഞ്ഞു നോക്കിയവൻ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ അവന് സൗണ്ട് വെച്ചായിരിക്കും മേ ബി കേട്ടത്. ഇപ്പം സൗണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അവൻ്റെ മൂവ്മെൻറ്റ് മൊത്തം അതാണ് സംഭവം.
എന്താ ചെയ്യാ? നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്ക്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യും. ഓക്കെ? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്തോ പറഞ്ഞ കേട്ടില്ല. ഹസ്കി വോയിസിൽ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പം. കണ്ടോ, അവനത് കാണുന്നില്ല എവിടെ ആ സംഭവം നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഒരു ഊഹത്തിൽ സൗണ്ടിൻ്റെ ഇതിലാണ് അവൻ അടിക്കുന്നത്. ഈ ബായിയാണ് അവൻ അടിച്ചോണ്ടിരുന്നത് കമ്പി വെച്ചിട്ട്. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കണം. ഇവിടെ ഈ ബാഗ് തെറിച്ചു വന്നേ. ഇതിനകത്തൊന്നുമില്ല കേട്ടോ, പക്ഷെ ഇത് അടിച്ചോണ്ടിരുന്നവൻ. അടുത്ത് ബാഗ്. നിനക്ക് ഈ ബാഗുമായിട്ട് എന്തോ കണക്ഷൻ ഉള്ളത്? ഒന്നുമില്ല. നിന്റെ പേര് ഭീമെന്നാണോ? എൻ്റെ ജസ്റ്റ് മിസ് തലയ്ക്ക് വീണാനിപ്പത്. എൻ്റെ ജസ്റ്റ് മിസ് ഇതിപ്പോ തലയ്ക്ക് വീണാൻ എൻ്റെ ആടെ പാവി. എൻ്റെ ജസ്റ്റ് മിസ്സായിരുന്നു. അതിപ്പോ എൻ്റെ തലയ്ക്ക് വീണ കൺഫേം ആയിട്ട്. നിനക്കെന്താ വേണ്ടേ? ഹലോ, നിനക്കെന്താ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം വല്ലതും ആണെങ്കിൽ ഞാൻ ചെയ്യാം. പറ്റുന്നതാണെങ്കിൽ. അതിന് കോണത്തിലെ ചോദ്യം ചോദിക്കരുത്. അടുത്തത് ഇവൻ്റെ അടുത്തോട്ട് പോകാനും പേടിയാ. അല്ല, ഇരുമ്പ് വെച്ച് തലക്കടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. കാരണം നിന്റെ ദേഹം മൊത്തത്തിൽ വന്നിട്ട് അഴുകിയിരിക്കുവാണ്, മുഖം മൊത്തത്തിൽ. നിനക്ക് കണ്ണും കാണാൻ വയ്യ. നിനക്ക് എന്താണ് ഡിസീസ് ഉള്ളത് ഒന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്. ഞാൻ മാസ്കും എടുത്തിട്ടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെയാണോ സിഗ്നല്?
ദൈവത്തെ ഓർത്ത് അറ്റാക്ക് ചെയ്യരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കേണ്ടി വന്നതല്ല ഇവിടെ. എന്തെങ്കിലും വേണമെങ്കിൽ പറ. നിന്റെ വായ തൊട്ടപ്പുറത്തുണ്ട്. ഞാൻ അവരെ ഒന്നും ഉപദ്രവിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് പോയേക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ വെച്ച് ജീവിച്ചോ. ബട്ട് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ പറയാം. ഗൈസ്, ഇനി വന്നിട്ട് ഇതിന് മലയാളം അറിയത്തില്ലയോ, തമിഴ് അറിയത്തുള്ളൂ. തമിഴ് ചോദിച്ചാലോ? உனக்கு ஏதாச்சும் வேணும் அப்படின்னா நீ வந்து கேளு. என்னால் முடிஞ்ச ஹெல்ப் நான் பண்ணுறேன். ஓகேவா? உன் உடம்பு ஃபுல்லாகவே அழுகி இருக்கு. உனக்கு கண்ணும் தெரியுமா இருக்கு. நான் ஒன்றும் எதுவுமே செய்ய மாட்டேன். உனக்கு ஏதாச்சும் உதவி வேணும் அப்படின்னா என்கிட்ட கேளு. நான் உனக்கு செய்கிறேன். நான் முடிஞ்ச அளவுக்கு நான் செய்கிறேன். ட்ரை பண்ணுறேன் அட்லீஸ்ட்டு. കരയുന്നത് എതുക്ക് അഴുകുന്നത്? ഇപ്പൊ എതുക്ക് അഴുകുന്നത്? உனக்கு என்னாச்சு? இப்படி நீ ஏன் இப்படி இப்ப இருக்க? உனக்கு என்னாச்சு? புரியல. என்னாச்சு? അമ്മ അമ്മ എന്നല്ലേ പറഞ്ഞേ? ഉനക്ക് എന്നാച്ചു ഇപ്പോ? അമ്മ അമ്മ എന്നാ പറയുന്നേ. അമ്മ അമ്മ. നീ ഏൻ ഇപ്പടി இருக்க? പോലീസ് പോലീസ് അങ്ങനെ എന്താ പറഞ്ഞ? ഇപ്പൊ പോലീസ് തള്ളിട്ട് ഓടി. എന്തിനു പെട്രോൾ അടിക്കുന്നിപ്പോ? വിട്. നിനക്ക് എന്താ വേണ്ടെന്ന്? ഇട്ടേക്ക്.